ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിഫാഫ് വലിയൊരു ഭീഷണിയാണ് മേഖലയിൽ നടത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ശക്തമായ ഒരു താക്കീതാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത്. The equation of this war is clear, either on or nor. ഇവിടെ ഈ ഒരു യുദ്ധത്തിൽ ഒരു പ്രത്യേകമായ സമവാക്യമുണ്ട്. എല്ലാം എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കുമില്ല എന്നതാണ് ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ തിയറി. In a region where we do not sell oil, ഈ പ്രവിശ്യയിൽ ഞങ്ങൾക്ക് ഓയിൽ വിൽക്കാൻ കഴിയുന്നില്ലേ, എന്നാൽ no one will sell oil. ആർക്കും ഇവിടെ ഓയിൽ വിൽപ്പന നടത്താൻ കഴിയില്ല. ഇറാൻ ഞങ്ങളുടെ ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, വിൽപ്പന നടത്താൻ പറ്റുന്നില്ല, അതിന് ഉപരോധമുണ്ട് എങ്കിൽ ഇവിടെ പ്രവിശ്യയിൽ ആർക്കും അത് വിൽക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇഫ് അവർ സെക്യൂരിറ്റി ഈസ് നോട്ട് എൻഷുർഡ്, ഞങ്ങളുടെ സെക്യൂരിറ്റി സുരക്ഷിതമല്ല, ഉറപ്പല്ല എങ്കിൽ നോ ഇൻഫ്രാസ്ട്രക്ചർ വിൽ ബി സേഫ്. ഇവിടെ മേഖലയിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഇവിടെ സുരക്ഷിതമായി ഉണ്ടാവുകയില്ല. ആൻഡ് ദി സെക്യൂരിറ്റി ഓഫ് ദി സൈറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് അമേരിക്കൻ ഫോഴ്സ്. ഈ സൈറ്റ് ഓഫ് ഹോർമുസിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവിടെ ആക്രമണങ്ങൾ ഇല്ലാതെ സുഗമമായി കപ്പൽ നീക്കങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഫോഴ്സിന്റെ ആബ്സെൻസ്, അവർ ഇവിടെ നിന്ന് മാറി നിന്നേ മതിയാകൂ. അവരുണ്ടെങ്കിൽ സൈറ്റ് ഓഫ് ഹോർമുസ് സുരക്ഷിതമായിരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. വി ഹാവ് റിപ്പീറ്റഡ്ലി സെഡ് ദാറ്റ് ദി സിറ്റുവേഷൻ ഓഫ് ദി സ്ട്രൈറ്റ് വിൽ നോട്ട് റിട്ടേൺ ടു പ്രീ വാർ കണ്ടീഷൻ. ഒരിക്കലും തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് പഴയ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മടങ്ങുകയില്ല എന്ന് ഞങ്ങൾ പല തവണ പറഞ്ഞതാണ്. അത് മടങ്ങുകയില്ല എന്ന് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണങ്ങളില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണമായി സെക്യൂർഡായി കപ്പലുകൾക്ക് നീക്കം നടത്തണമെങ്കിൽ അമേരിക്കയുടെ ആബ്സെൻസ് മാത്രമേ അതിന് വഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ ഖാലിഫാഫ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയെ പ്രവിശ്യയിൽ വെച്ച് പൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് ദിവസങ്ങൾ, മാസങ്ങൾ കഴിയുമ്പോഴും ഒരു നേട്ടവും അമേരിക്കക്ക് ഈ യുദ്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇറാനിൽ പറഞ്ഞിരുന്ന ഒരു ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായ ഹോർമുസ് കടലിടുക്കിൽ ഒരു ചെറിയ വിജയം പോലും, ഒരു പോയിന്റ് പോലും ഈ അമേരിക്കക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇതിലെ വലിയ പ്രശ്നം. അതേസമയം ഇറാന് യുദ്ധത്തിന് മുമ്പ് ഇല്ലാത്ത പല സ്വാധീനങ്ങളും സൈറ്റ് ഓഫ് ഹോർമുസ് അടക്കമുള്ള പലതിന്റെയും അധികാരം പിടിച്ചെടുക്കുകയും അവിടെ സർവീസ് ഫീ ഏർപ്പെടുത്തി അതൊരു ബിസിനസ് ആക്കി മാറ്റുവാൻ ഇറാന് സാധിച്ചു എന്നത് യുദ്ധത്തിന്റെ നേട്ടമായി അവർക്ക് പറയാൻ കഴിയും. അതിലപ്പുറം ലോകത്തെ ഏറ്റവും വലിയ പവറാകുന്ന ലോക പോലീസ് അമേരിക്കയെ ചെറുത്ത് നിൽക്കാൻ കഴിയുക എന്നത്, അവരെ പരാജയപ്പെടുത്താൻ പ്രവിശ്യയിൽ അവരുടെ റഡാറുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തെറിയാൻ സാധിച്ചു എന്നത് ഇറാനെ ഒരു വേൾഡ് പവറാക്കി മാറ്റുന്ന മറ്റൊരു നേട്ടവും കൂടെ ഈ യുദ്ധത്തിൽ ഇറാന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.